രാഹുൽ മാങ്കൂട്ടം വിഷയം കുറച്ച് അധികം സീരിയസ് ആവാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്ന് വ്യക്തമായി ധാരണയുള്ള ആൾ MA ഷഹനാസ്. രാഹുലിനെതിരെ പരാതികൾ വന്നപ്പോൾ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചൂണ്ടിക്കാട്ടി ഷാഫിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെയുണ്ട്? ഷാഫി പറമ്പിൽ എല്ലാം അറിയുന്ന വ്യക്തി. തനിക്കും രാഹുൽ മോശം സന്ദേശം അയച്ചു, ഇക്കാര്യം ഷാഫിയെ അറിയിച്ചിരുന്നു. ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഒരു രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു രാഹുൽ മാങ്കൂട്ടം ടോപ്പിക്കിനകത്ത് അത്ര അതിഭീകരമായിട്ടുള്ളൊരു സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ചോദ്യം ചെയ്യലൊന്നും നേരിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ? MA ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്, അതിനുശേഷം ഇവർ മീഡിയനെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസിലുള്ള മഹിളാ പ്രവർത്തകർ അനുഭവിച്ചിട്ടുള്ള പല മോശമായിട്ടുള്ള അവസ്ഥകൾ എല്ലാം കൂടി ഷാഫി പറമ്പിലിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിലിനെ മാത്രമല്ല പല നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഉറ്റ സുഹൃത്തിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ ഷാഫി പറമ്പിൽ ഇനി കുറേ അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് രാഹുൽ ഈശ്വർ ഒരു സൈഡിൽ ട്രിപ്പിട്ട് കിടക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ രാഹുൽ മാങ്കൂട്ടം ട്രിപ്പ് മോഡിലാണ്. രണ്ടും ഡ്രിപ്പാണ്, ഒന്ന് ഡ്രിപ്പാണ് ഒന്ന് ട്രിപ്പാണ്. എന്താണെങ്കിലും കൊള്ളാം. നമുക്ക് ഈ ഒരു വിഷയം വളരെ ഡീപ്പായിട്ട് നോക്കണം. ഈ MA ഷഹനാസ് പറഞ്ഞ വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ബിക്കോസ് കഴിഞ്ഞ കുറേ ചർച്ചകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ടും പറയുന്നത് മുതിർന്ന നേതൃത്വത്തിൻ്റെ കയ്യിൽ കൃത്യമായി പല ഇടവേളകളിലായി, മുതിർന്ന നേതാക്കന്മാരുടെ കയ്യിൽ പല ഇടവേളകളിലായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള പല രീതിയിലുള്ള പരാതികൾ കിട്ടിയിട്ടും എന്തുകൊണ്ടൊരു നടപടി അന്നെടുത്തില്ല ഇന്നെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം. ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ MLA യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും സ്റ്റേറ്റ് സെക്രട്ടറിയും അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് JS അഖിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിൽ നല്ല ഒരുപാട് ആളുകളുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസിലടക്കമുള്ള മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLAയോട് അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കൂ. അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റൊന്ന്, എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ. ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ്. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ
എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. പിന്നെ എൻ്റെ അനുഭവം മാത്രമല്ല, ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനേറെ പറയുന്നു, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിപ്പരിപാടികൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിൻ്റെ അടുത്ത് മാത്രമേ ഇനി ഇവൻ ഹിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ഒട്ടുമിക്ക വനിതാ നേതാക്കന്മാരുടെ അടുത്തും ഇവൻ്റെ കോഴിപ്പരിപാടി കാണിച്ചു പോയി കാണും. അപ്പം കൃത്യമായിട്ടുള്ള അതിനൊരു ഉത്തരം കിട്ടിയല്ലോ. എടാ ഗൊമ്മാല, എന്നാലും ഈ പാർട്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് ഈ പാർട്ടിനെ ഈ രീതിയിൽ വെട്ടിലാക്കുന്ന പരിപാടികൾ നീ കാണിച്ചു കൂട്ടിയല്ലോ. അല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് എന്താണെങ്കിലും വേണം. ഒരു VD സതീശൻ മാത്രം തീരുമാനിച്ചാലോ, ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ കുറേ പ്രതികരിച്ചാലൊന്നും ഈ വിഷയത്തിൽ കാര്യമില്ല. ഇതിൽ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കണം. കാരണം നിങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നു, കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു, ഇതൊക്കെ പറയുന്ന പാർട്ടിയാണെങ്കിൽ നിങ്ങളുടെ വനിതാ വിങ്ങിന്ന് തന്നെ ഇവനെതിരുള്ള കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്. അവിടെയുള്ള സ്ത്രീകൾ ഇവൻ്റെ നോട്ടം കൊണ്ടും ഇവൻ്റെ പ്രസൻസ് കൊണ്ടും വളരെ അസ്വസ്ഥരാണ്. അങ്ങനെയുള്ള ഒരാളെ പിടിച്ചിട്ട് യൂത്ത് പ്രസിഡൻ്റൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഷാഫി പറമ്പിൽ ഇത്ര മെനക്കെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതൊന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു കേട്ടോ, മീഡിയാസിനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇവനെ പിടിച്ച് പ്രസിഡൻ്റാക്കി വിട്ടതെന്നൊക്കെ. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ആവശ്യം? ഇത് ഒരു മീഡിയയിൽ ഒരാളും ചോദിക്കുന്നില്ല. ഈ ഷാഫി പറമ്പിലിന് എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത്രത്തോളം താങ്ങേണ്ടതായിട്ടുള്ളൊരു ആവശ്യം? എന്തിൻ്റെ മുകളിലാണ് ഷാഫി പറമ്പിൽ അത് ചെയ്തത്? എന്താ കോൺഗ്രസ്സിൽ വേറെ ആൾക്കാരില്ലേ? ഈ പറയുന്ന ഷാഫി പറമ്പിന് വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമായിരിക്കും ഇവൻ്റെ ഈ സ്വഭാവം. ഇത് പെണ്ണ് വിഷയത്തിൽ ഈ പെണ്ണ് മാങ്ങാണ്ടീൻ്റെ സ്വഭാവം നല്ല രീതിയിൽ ഷാഫി പറമ്പിലിന് അറിയുന്ന കാര്യമായിരിക്കും. എന്നിട്ട് പോലും ഇവനെ താങ്ങി നടന്നത് എന്തുകൊണ്ട്? കാരണം ഒപ്പം കൊണ്ടു നടക്കുന്നത് വലിയൊരു റിസ്ക് ആണ് എന്നുള്ളത് ഷാഫി പറമ്പിൽ മനസ്സിലാക്കിയില്ലേ? അതോ ഇനി ഷാഫി പറമ്പിലിനെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തിയ പറയാൻ പറ്റില്ലേ? ഞാൻ നോക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ താങ്ങി നടക്കേണ്ട ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ പൊക്കി പിടിച്ച് നടക്കേണ്ട ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? കാരണം ഇവൻ ഈ രീതിയിൽ സ്ത്രീ വിഷയത്തിൽ പെശകാണ് എന്ന് അറിഞ്ഞിട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വരുമ്പോൾ താനും കൂടി ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിപ്പിടിച്ചു? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറയാൻ ഷാഫിനെ കൊണ്ട് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MP എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ. അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു. പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സങ്കട സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടു. അപ്പൊ അന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം പറയാണ്, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയാണ്, ഇന്ന് ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് നഷ്ടമാകുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു പുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല, JS അഖിലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ യൂത്ത് കോൺഗ്രസ് എബിൻ വർക്കി തുടങ്ങിയ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വെക്കുമ്പോൾ അത് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ പുച്ഛവും പരിഹാസവുമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഷാഫി എന്ന് പറഞ്ഞാൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ ആക്കി. അത് നിങ്ങൾക്കറിയാലോ. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഇക്കാലം അത്രയും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വ്യാജ വോട്ടിന്റെ പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJP-കാരോ കൊടുത്ത പരാതിയല്ല, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന് അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കോൺഗ്രസിന്റെ, അനിഷേധിനെ ഒരു നേതാവാണ്. കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പഠനമാക്കാനുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JS അഖിലായിരുന്നു. പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്.
ഷാഫി പറമ്പിലിന് ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു റോളും ഇല്ല, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പാർട്ടിക്കൊപ്പം ഇവനെതിരെ തീരുമാനമെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് നിൽക്കുന്നു എന്നുള്ളതിലുപരി കൃത്യമായിട്ടുള്ള ഇടവേളയിൽ സ്വന്തം സുഹൃത്തായ, പൊളിറ്റിക്സിൽ സ്വന്തം എന്താ പറയുക, പിൻഗാമി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, ഇവിടെ ബ്രൊമാൻസ് അങ്ങനെ കീപ്പ് ചെയ്തു പോകുന്ന ഒരാൾക്ക് ഇവൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര പുള്ളി വിടാതെ സ്വയം അറിയുമായിരിക്കും, ഇല്ലെങ്കിൽ ഇവരെ അറിയിക്കുമ്പോഴെങ്കിലും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുമല്ലോ. മനസ്സിലായി? അപ്പം നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ട് നമ്മളോട് കുറച്ച് ആൾക്കാർ വന്നിട്ട് വളരെ മോശപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെന്താണെങ്കിലും അത് അന്വേഷിക്കാതിരിക്കുകയൊന്നുമില്ല. അതോ ഇനിയിപ്പോൾ ഇവൻ ഷാഫി പറമ്പിലിനെ കൺവിൻസ് ചെയ്ത, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൺവിൻസിങ്ങിൽ വീഴുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നുണ്ടെങ്കിൽ പിന്നെ ഷാഫി പറമ്പിൽ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് വേറെ വല്ല തുടങ്ങി പോകാമല്ലോ. മനസ്സിലായോ? എന്താണെങ്കിലും ഷാഫി പറമ്പിൽ ഇതിന് ഉത്തരം പറയുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇവനെ താങ്ങി നടന്നു, ഇപ്പോഴും താങ്ങി നടക്കുന്നു, അതിനൊരു ഉത്തരം പറയാൻ പറ്റണം. എനിക്ക് അതിപ്പോഴും ഞാൻ എപ്പോഴും ഞാനൊരു കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാറുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന പോലെ ഒരു സൗഹൃദം മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണെന്ന്. അത് പറയേണ്ടത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹം ഇവിടുത്തെ MP ആണ്, അദ്ദേഹം ഒരു MLA ആണ്, നിയമസഭയിൽ സ്ത്രീകൾക്ക് വേണ്ടി വ്യക്തമായി ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയണം, സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാൾ പ്രസംഗത്തിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങുന്നത്, അതല്ല സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും കാലത്ത് യൂത്ത് കോൺഗ്രസിൽ എത്ര അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്? ഏത് പരാതി നൽകിയിട്ടുണ്ട്? ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുലിനെതിരെ മാത്രല്ല, ഔദ്യോഗികമായിട്ട് രാഹുലിനെതിരെ മാത്രല്ല, എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് യൂത്ത് കോൺഗ്രസിലാണെങ്കിലും SFIയിലാണെങ്കിലും എല്ലാ മേഖലയിലും ഉണ്ടാവും. ആ മേഖലയിലേക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു, ആ പരാതിക്ക് ഒരു നീതി കിട്ടണം, എന്നാലാണ് ഇവിടെ ഒരു സ്ത്രീപക്ഷം വരികയുള്ളൂ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലെ ഉള്ള ഇടങ്ങളിൽ പരാതി കൊടുക്കാത്ത സ്ത്രീകളൊന്നുമില്ല. ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു കമ്മിറ്റിയിൽ പോലും ഞങ്ങളെ ഒന്നും പ്രവർത്തിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഈ കമ്മിറ്റിയിലെ മറ്റാളുകൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഒരു അനുമതിയും ഇല്ല. ഇനി ഒരു സ്ത്രീ പരാതി നൽകുകയാണെങ്കിൽ അവിടെ പിന്നെ നമുക്ക് ഒരു തരത്തിലും അനങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പം നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. ആ കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ നിർവചിക്കൂ. ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി അറിയുന്ന തിരുവനന്തപുരത്തുള്ള രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കം ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട്. അതായത് ഞാൻ ഡോക്ടർ MK മുനീറിന്റെ ഒലിവ് പബ്ലിക്കേഷൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. 3 വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നെയും ആ മഹാനായ മനുഷ്യനെ, എന്റെ പിതാവിന് തുല്യമായിട്ട് ഞാൻ കരുതുന്ന ആ മനുഷ്യനെയും മോശമായി പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കമുള്ള ആ പരാതി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന് മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. അന്നത്തെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി സാറിന് കൊടുത്തിട്ടുണ്ട്. സാർ അന്ന് 1 മാസം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സുധാകരൻ സാറിന് കൊടുത്തിട്ടുണ്ട്. VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെന്റ് ഹൌസിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു പരാതി കൊടുക്കാൻ. ഒറ്റയ്ക്ക് ഈ പരാതി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അതിന് ഇന്ന് വരെ ഒരു നീതിയും ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന അതിഭീകരമായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അത് കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒരു ലീഡർഷിപ്പിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അതും കൂടിയും എന്താ പറയുക, പുറത്ത് വരാത്ത രീതിയിൽ പാർട്ടിയിൽ നിന്ന് പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ അടുത്ത ഇലക്ഷൻ, ഇതല്ലല്ലോ ചെയ്യേണ്ടത്. പാർട്ടി നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? കൃത്യമായിട്ട് ഇത് ആർക്ക് നേരെ വന്നു, ആരാണ് ഈ കംപ്ലയിൻറ്റ് ചെയ്ത ആൾ, ഞങ്ങളത് അടുത്ത നെക്സ്റ്റ് ഫേസിൽ നേരെ പോലീസുകാരെ അറിയിക്കട്ടെ. ഇത് മാതൃകാപരമായിട്ട് അന്നേ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറഞ്ഞുതരാം, കോൺഗ്രസ്സിലേക്ക് ഒരു 10 കേസ് ഒരു ദിവസം വരണമെങ്കിൽ 10 മാങ്കൂട്ടത്തിൻ്റെ കേസായി. അതാണവൻ. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കോൺഗ്രസിന്റെ ബാക്കിയുള്ള സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്ന്? ഒരിക്കലുമില്ല. പെരുമാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത്. ധൈര്യത്തോടെ പെൺകുട്ടികൾ പുറത്തേക്ക് വരണം. അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ്
പ്രതികരിച്ച് മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാനൊക്കെ പ്രതികരിക്കുന്ന കണ്ട ആർക്കെങ്കിലും പ്രതികരിക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനുണ്ടായിരുന്ന കമ്മിറ്റിയിലുള്ള സ്ത്രീകളോട് തന്നെ അവൻ പലതരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലുള്ള സമയത്തുള്ള വനിതാ നേതാക്കന്മാരോട്, അതായത് അവൻ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതേ ഭാഗമായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ട് ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് വ്യക്തമായിട്ട് അറിയാം. സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു എഴുത്തുകാരി അല്ലേ, അവർ ഈ രാഹുലിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം തുറന്നു പറഞ്ഞവരിൽ ഒരാൾ അവർ കൂടിയായിരുന്നു. അവരോട് മെസ്സേജ് പോയ കാര്യങ്ങളൊക്കെ ഇല്ലേ. ഒരു MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ യാത്ര ചെയ്യാൻ സഖാവായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിനോട് സംസാരിക്കേണ്ട ഒട്ടും ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ആ ചാറ്റ് പോലും, ഞാൻ ഇത്രയും സ്ത്രീകളോട്, ഞാൻ ഈ സഖാവായ ഈ സ്ത്രീയോട് പോലും സംസാരിക്കുന്നു, അവരെന്റെ ചാറ്റിങ്ങിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് കേമത്തം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഹണി ഭാസ്കരൻ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ശ്രീലങ്കയിൽ യാത്ര പോകാൻ ഒരു MLA ആയ ഒരു വ്യക്തിക്ക് ഹണി ഭാസ്കരനോട് ചോദിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഷാഫിയുടെ അറിവ് കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ്, ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീ ഷാഫി പറമ്പിൽ പറയട്ടെ, ഞാൻ ആ തെളിവ് കാണിക്കാം. അല്ലൊരു ക്രിമിനൽ കുറ്റം കൂടി അല്ലേ അങ്ങനെയാണെങ്കിൽ? കാരണം സംഘടനയ്ക്കുള്ളിൽപ്പെട്ട പരാതിയാണെങ്കിൽ പോലും അല്ല, നമ്മുടെ പരാതികൾക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല. അതിനേക്കാൾ അദ്ദേഹം ചിലപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിച്ച് കണ്ടേക്കാം. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ MLA ആണ്. അന്നുമായിരുന്നു, ഇപ്പോഴുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ടുള്ളതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളതും. അതിലൊന്നും ഒരു തർക്കവുമില്ല എന്ന് ഞാനടക്കമുള്ള എല്ലാ കോൺഗ്രസുകാർക്കും അറിയാം. ഇതിലും കൂടുതൽ എന്തിനി പറയാനാണ്? കാരണം ഇത് ഒരാളല്ല. ഓക്കെ, കോൺഗ്രസിൻ്റെ വനിതാ വിങ്ങിൽ നിന്ന് ഇറങ്ങി ഇവനെതിരെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവർ കുറേ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവരെ അവഗണിച്ച്, ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആണും പെണ്ണും തുല്യത എന്നൊക്കെ ചുമ്മാ വെറുതെ പറഞ്ഞിടുന്ന എന്നുള്ളത് ഇത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് സ്ത്രീകൾ ഇത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങുകൂടി? എന്താണെങ്കിലും ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇതിപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇത് കേസാവോ ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിൽ ഒരു സൈഡിൽ അങ്ങനെ പോട്ടെ. ഇനി ഇന്നലെ നടന്ന 24 ന്യൂസിൻ്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഈ ഡിബേറ്റിൽ ജയിക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ശരി JK, ഇവിടെ നാട് ഞെട്ടിയ കേരള ചരിത്രം കാണാത്ത വണ്ണമുള്ള ഒരു മാരകമായ ക്ഷേത്രക്കൊള്ളയിൽ നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഭാഗത്ത് കിടക്കുകയാണ്. അപ്പൊ ആ വാർത്ത മറക്കാൻ ഇതിങ്ങനെ പ്രലോഭനമായി കൊണ്ടുപോകുന്നു എന്നതാണ് കോൺഗ്രസിന്റെ വാദം. ജെയ്സി തോമസ് ഒരു MLA ആണ്, ഏഴാം നാൾ ഒളിവിൽ കഴിയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂർ മുമ്പ് പാലക്കാട് വളരെ സജീവമായ MLA 7ാം നാൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് ഫസ്റ്റ് ചോദ്യമാണ്, നമ്മുടെ പോലീസ് അത്ര കഴിവുകെട്ട സംവിധാനമാണോ ജയിക്ക്? നിങ്ങൾ പറഞ്ഞല്ലോ പരാതി കൊടുക്കുന്നു പിറ്റേ ദിവസം. ജയിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ കേരള പോലീസിനെ സംബന്ധിച്ചാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതികരണങ്ങളാകെ കാണാൻ പറ്റുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണേ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവന്ന KSU യൂത്ത് കോൺഗ്രസ് പാലക്കാട് MLA വരെയായി വളർത്തിക്കൊണ്ടുവന്നയാൾ നമ്മളുടെ നാട്ടിലെ കോൺഗ്രസിന്റെ MPയുടെ കുടുംബത്തെ ദാരുണമാം വിധം ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു. പത്തനംതിട്ടയിലെ സംസ്ഥാന കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തെ ദാരുണമായി ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു. CPM-ന്റെ MPയുടെ മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? അല്ല, ജെയ്സി തോമസ് എത്ര ഉറപ്പിച്ചു പറയാൻ CPM-ന്റെ MPയുടെ മകളെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത്? 3 months before 24 ന്യൂസിന്റെ PCR ടീമിന് ഞാൻ അങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട്. 3 months before കോൺഗ്രസിന്റെ അനൌദ്യോഗിക മുഖപത്രമായ മലയാള മനോരമയുടെ ഇത് വീക്ക് അല്പം ഒരു ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ്. അതുകൊണ്ട് അങ്ങേക്ക് വായിക്കാൻ തരം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങീ പറഞ്ഞ തെമ്മാടിത്തരമുണ്ടല്ലോ,
നല്ല നിങ്ങളുടെ വെടിപ്പുള്ള കയ്യിൽ ഭാഷയിൽ പരാതി അയ്യോ, അരുത്. മനോരമയുടെ 3 മാസങ്ങൾക്ക് മുമ്പ് എഴുതി എന്താ വീക്കിന്റെ തലവാചകം? The complainant includes the daughter of a former Congress MP. The complainant includes daughter of a former Congress MP. The complainant includes daughter of a former Congress MP. തെമ്മാടിത്തരമാണെന്ന് പറയാൻ തന്റെ ഉണ്ടോ രാജു പി നായരെ? അല്ല, ജെക്സി തോമസ് അല്ല ജെക്സി തോമസ് വീക്കിൽ വന്ന തെമ്മാടിത്തരം പറഞ്ഞത് പറയാൻ കരളുറപ്പുണ്ടോ? അതോ ഈ സെക്ഷൽ പ്രവർത്തകളെ കാണുമ്പോൾ ഇടിക്കുന്ന വളയുന്ന നട്ടലുമായിട്ടാണോ അങ്ങ് ചാനലിലും വന്നിരിക്കുന്നത്? ഇത് വീക്കിന്റെ 3 മാസം പുറകെയുള്ള വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്തത്. അന്ന് ഒരു കോൺഗ്രസ്സുകാരനെയും കണ്ടില്ല തെമ്മാടിത്തരമാണെന്ന് പറയാൻ. അന്ന് അന്തസ്സുള്ള ഒറ്റ കടൽക്കാരിയും കണ്ടില്ല വിളിച്ച് പറയുന്നത് പറയാൻ. മലയാള മനോരമ ഇത് വീക്കിൽ 3 മാസം മുമ്പ് എഴുതിയപ്പോ ശരി. പക്ഷേ അല്ല, ഞാൻ വീക്ക് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് ആത്മബോധം ഉണ്ടോ എന്നുകൂടി ആലോചിക്കണം. ഓക്കെ, ഞാൻ പല വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ട്, ആദ്യം വന്ന ആ ഒരു കേസ് മാത്രമല്ല, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഒരു കേസ് മാത്രമല്ല, ഇവൻ്റെ പേരിലുള്ള നിരവധി കേസുകൾ കേട്ട് ചെവി അടിച്ച് പോയി ഇവനുള്ള വെറുപ്പ് കൂടിയിട്ടാണ് ഞാനൊക്കെ ഇപ്പോൾ ഇത്രയും എന്തെങ്കിലും സംസാരിക്കുന്നത്. കാരണം ഇവൻ്റെ ഒന്നും താങ്ങേണ്ട ഒരു ആവശ്യം ലൈഫിൽ വരാൻ പോകുന്നില്ല, മനസ്സിലായോ? പിന്നെ ഇതേപോലെ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുത്തിനും വലിയ ആയുസില്ലടേ. അധികകാലമൊന്നും അവൻ ചെയ്യുന്ന പരിപാടി അവന് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, മനസ്സിലായോ? ഒരു ഓവർ കോൺഫിഡൻസും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാധനം വരുള്ളൂ, പവർ പൊളിറ്റിക്സ്, മസിൽ പവർ, മണി പവർ, പൊളിറ്റിക്കൽ പവർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവന് ആരെ വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം. നാളെ ഈ പാർട്ടി മൊത്തത്തിൽ ഞാൻ വിഴുങ്ങാനുള്ളതാണ്, ഈ പാർട്ടി എൻ്റെതാണ്, എൻ്റെ തന്തേൻ്റെ വകയാണ് ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ചില ചിന്താഗതിയൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും മുമ്പിൽ തെറ്റിക്കറങ്ങിയിട്ട്, മനസ്സിലായ? എന്താണെങ്കിലും ജയ്ക്ക് പറഞ്ഞൊരു സംഗതി വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സ്ക്രീൻഷോട്ടൊക്കെ കിട്ടും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബാക്ക്ഡ് ഔട്ട് ഓഫ് മാരേജ് പ്രോമിസ് സിറ്റിംഗ് കേസ് കാസ്റ്റ് ഫോർമർ കേരള കോൺഗ്രസ് MP's ഡോട്ടർ ടെൽസ് AICC എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഈ സാധനം വീക്ക് ന്യൂസിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജയിക്കായിട്ട് എടുത്തോടുന്ന് വെച്ച് എവിടെന്നെങ്കിലും പറഞ്ഞു എന്നുള്ളതൊന്നും ആക്കി മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ ഒരു മെയിൻ സംഗതി. പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് പ്രോപ്പറായിട്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കാൻ വൈകിയാൽ പണി പാളും. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന കേസിൽ 1.5 മണിക്കൂറാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നടന്നത്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിയായിരുന്നു വാദം. രാഹുൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നും. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ കോർട്ടിലെ പ്രൊസീഡിങ്സ്. അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ എന്താ ഉള്ളതെന്ന് വെച്ചെങ്കിൽ ബെയിലിനാണ് കൊടുത്തിട്ടുള്ളത്. ബെയിലിന് കൊടുക്കുമ്പോൾ ഈ ഡിജിറ്റൽ സാധനങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ്, അത് തുറന്ന് നോക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സിലൊരു ഉത്തരം പറയുമോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ നാളെ കണ്ടറിയണം. ഇന്നത്തെ ഇപ്പം അങ്ങനെ പോയിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും മാങ്ങ മറ്റേത് പറയൂലൂടെ, അണ്ടിയോടെ നടക്കുമ്പോഴേ മാങ്ങേൻ്റെ പുളി മനസ്സിലാവുള്ളൂ. ആ പറഞ്ഞ പോലെയാണ്. ചിലക്കാരനല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്, വെറും ചില്ലറക്കാരനല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഷാഫി പറമ്പിലിനെ വലിച്ചിടും. ഷാഫി പറമ്പിൽ മറ്റേ വലിയ തട്ടുകേടില്ലാതെ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോവുമായിരുന്നു. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു, ഇനി ഷാഫി എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയോ. ഷാഫി ഒരു സാധനത്തിന് മുകളിൽ കിട്ടി, ഇനി ഷാഫിനെ കഴിഞ്ഞെത്തിക്കായിരിക്കും ഇവരെല്ലാവരും കൂടി. അതാണ് ഇവിടുത്തെ ഒരു ഓബ്വിയസ് സാധനം വരാൻ പോണത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇവൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പോയ്സൺ കോൺഗ്രസ് പാർട്ടീനെ മൊത്തം കൊത്തും. അതിന് മുമ്പ് എന്താണോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ എടുത്ത് അതിനേക്കാൾ ശക്തമായ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റണം. പറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവൻ്റെ പേരിൽ ഇനിയും കുറേ കേസുകൾ വരും. ആ വരുന്ന കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, അത് പിണറായി 3.0 വഴിവെക്കുന്ന രീതിയിലുള്ള ഇൻസിഡൻസും ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.